ഈ അച്ഛനോട് പറഞ്ഞാൽ അപ്പൊ അണക്കണ്ട് പറഞ്ഞെന്താ? അപ്പൊ ഈ അല്ലേ ഏട്ടൻ? ഈ കാര്യത്തിൽ ഏട്ടന് അനിയനൊന്നുമില്ല. ആ അണക്കും പറയാം. അതെ, അണക്കും കൂടി വേണ്ടിട്ടല്ലേ. അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നേ. ഇയാളിത് എന്ത് പരിപാടി കാണിക്കണേ? ആളെന്നെ വിളിച്ചറിഞ്ഞേ. ആളിപ്പോ കുറച്ചിടായിട്ട് ഈ ഉടായ്പ തുടങ്ങിയിട്ട്. ആർക്കും തോന്നി ആളെ നൈസായിട്ട് ഒരു പണി തരും നമുക്ക്. സുധിയ, എന്താ വിഷയം? അച്ഛന്റെ ഒരങ്ക കേട്ടോളെ പറ്റി പറയണേ. അല്ല, ആളൊരു കൈ കൊണ്ട് കിട്ടിയിട്ട് വേണമല്ലോ ഇവിടത്തെ ചെലവ് കഴിയാൻ. അതുകൊണ്ട് അല്ലാതെ നിങ്ങൾക്ക് ഉണ്ടാക്കും പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ. ഇല്ലല്ലോ. അപ്പൊ ആള് പെട്രോൾ പമ്പിൽ പണിക്ക് പോകണോണ്ട് ഇവിടെ ചെലവ് കഴിയാണ്. ആളിപ്പോ ചെറിയൊരു ശ്വാസം മുട്ടും ചുമയും വന്നിട്ട് എത്ര ദിവസമായിട്ട് ഇവിടെ ഇരിക്കണ്. ഇവിടത്തെ ചെലവ് കഴിഞ്ഞു പോണ്ടേ? എത്ര ദിവസമായി റീചാർജ് ചെയ്തിട്ട്? എണ്ണ അടിക്കണ്ടേ? അരി മേടിക്കണ്ടേ? കല്യാണത്തിന് പോണ്ടേ? പൂരത്തിന് പോണ്ടേ? ഇതിനൊക്കെ ആളുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടണ്ടേ? പണിക്ക് പോയാലേ പൈസ കിട്ടുള്ളൂ. അതിന് കാര്യമായിട്ടുള്ള ചുമല്ലേ, ചെറിയൊരു ശ്വാസം മുട്ട്. നിങ്ങളൊന്ന് പോയോ? മടി തന്നെ. ഞാൻ നോക്കിട്ട് വരാന്നാ. നല്ല മടി ആയിക്കോട്ടെ. എങ്ങനെയുണ്ട് കാരണയുടെ ഉടായ്പ? മടിയില്ലേ അച്ഛന്? അപ്പൊ നിങ്ങൾക്കും തോന്നിയില്ലേ അത്? ഇതന്നെ ഇവിടത്തെ പ്രശ്നേ.